എന്നെ കണ്ടാലോ? മൂക്ക് വര വീണ്. റൂം മാറിയോ? ഇല്ല, റൂം മാറണം. ദിവ്യേട്ടൻ വന്നിട്ട് വേണം പറയാം ഒന്നും റൂം മാറിക്കൊള്ളാന്ന്. ബിജി ഫ്രീ ആണോ? എൻ്റെ പൊന്നു മുത്തിങ്ങനെ ഒന്ന് ചോദിക്കല്ലേ, ഞാൻ എന്നും ഫ്രീയാ. എന്നിട്ട് ഒരു മൈരന്മാർ ഇവിടെ കാണാനില്ല. അതല്ല ഞാൻ പറഞ്ഞ ദാരിദ്ര്യമാണെന്ന്. എന്ത് പറ്റി മൂക്കില് എന്ന് പോയി ചോദിക്കുന്ന വിഷമം വരും. അങ്ങോട്ട് കാണിക്കൂ കുമാരേട്ടാ. ബഷീർ കസ്റ്റമർ ഇല്ലേന്ന്. എൻ്റെ പൊന്നേട്ടാ, എൻ്റെ കയ്യിൽ ആകെ 2300 ഇരിപ്പുണ്ട്. ഞാനും ഉണ്ട്, വേറെ ഒന്നുമില്ല. 3500 ആക്കിയിട്ട് ഒന്ന് കിടന്നുറങ്ങാന്ന് വെച്ചിട്ട്. ഇപ്പോൾ വരട്ടെ? വേണ്ട ബഷീർക്ക്, എന്നെ പറ്റിക്കാനല്ല. ബഷീർക്ക് ഇപ്പോൾ വന്ന് ഞാൻ ബഷീർക്കേനെ ഇങ്ങനെ നാക്കും കൊണ്ട് ഇങ്ങനെ ആഹാ ആഹാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സൂചിപ്പിച്ചു തരും. എൻ്റെ നാക്കിൻ്റെ തുമ്പത്തിരിക്കും ബഷീർക്കേടെ അണ്ടി. അവരിങ്ങനെ ആട്ടും പൊളിക്കും. നേപ്പാൾ കാം. പിന്നെ ഞാൻ നേപ്പാളിൽ എന്നും കാമോ. കുറച്ചു കൂടി കാണിക്കൂ, അപ്പോൾ വരും. എന്ത്? സോറി, ലൊക്കേഷൻ ബുർജുമാൻ. മോളെ മൂക്കിന് എന്ത് പറ്റിയോ? ഒന്നും പറയണ്ട. മൂക്കിന് ഒരുത്തം വന്ന് മാന്തി. മൂക്കിന് എന്ത് പറ്റി? അങ്ങനെ ചോദിച്ചില്ലേ? ഗെയിം കളിക്കണില്ലേ? ഗെയിം ഒന്നും ഒരു ഉഷാറാവണില്ല. എനിക്ക് ഗിഫ്റ്റർമാരില്ലടോ. ഞാൻ ആകെ സങ്കടം. എൻ്റെ പിള്ളേർ എത്രത്തോളം എന്നെ സപ്പോർട്ടാക്കും. കളിക്കും, തോറ്റാലും കുഴപ്പമില്ല. മുല കുറച്ച് കാണിക്കുമോ? ഇല്ല. റോഷ, അയ്യോ ഞാൻ വീണുടോ. റെഡ് റോസ് ഞാൻ ബാത്റൂമിൽ കയറിയതാ രാവിലെ. അപ്പം അപ്പുറത്തെ നേപ്പാളിച്ചക്ക് കുളി കഴിഞ്ഞപ്പോൾ അവൻ്റെ സോപ്പിൻ്റെ കുറച്ച് അവിടെ വീണുറപ്പുണ്ടായി. ഞാൻ കണ്ടില്ല. അതുമ്പോൾ കയറി. അപ്പം നമ്മുടെ ചതുരം ഉണ്ടല്ലോ, ചതുരത്തിൻ്റെ സൈഡ് മൂക്കി ചെന്ന് ഇടിച്ചു. അതിൻ്റെ കാലൊക്കെ പൊട്ടി. കുറേ കരഞ്ഞു. എഴുന്നേറ്റ്. പിന്നെ സ്വർണം ഞളഞ്ഞു. എന്തേലും പറ്റിയോ? ബ്ലഡ് വന്നു. നല്ല ബ്ലഡ് വന്നു. ബി ചേച്ചി ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. മുല കുറച്ചുകൂടി കാണിക്കൊന്ന് പോയടർക്കാം. ഇല്ല, പിന്നെ നീ എൻ്റെ മുല കാണാൻ വേണ്ടി വന്നിരിക്കുക. ഹായ്, ഫുഡ് കഴിച്ചോ? റെഡ് റോസേ ഫുഡ് ഉണ്ടാക്കിയോ ക്രിസ്മസ് ആയിട്ട്? ഞാൻ വരട്ടെ? വേണ്ട. പെയിനുണ്ടോ? നല്ല വേദനയുണ്ട്, നല്ല പനിയും ഉണ്ട്, ഉള്ളത് പറയാലോ. കൈസാഹോ? നേപ്പാളി സൂപ്പല്ല, ബനാന വിറ്റ വെള്ളം. എനിക്ക് മൂക്കിൻ്റെ പാലം കൊട്ടാഞ്ഞത് തന്നെ. ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. ആണോ? ക്രിസ്മസ് ആയിട്ടാ? ക്രിസ്മസ് ആയിട്ട് ആരെ ബിരിയാണി കഴിക്കുക? നമ്മൾ അച്ചായത്തികൾ. നാടൻ സദ്യ കഴിക്കുക. സദ്യയല്ല, നാടൻ ചോറ് കഴിക്കുക. നമ്മളത് അത് സോപ്പല്ല, അവൻ്റെ ശുക്ലമായിരിക്കും. ഇന്ന് പരിപാടിയൊന്നുമില്ല ക്രിസ്മസ്. ഉച്ചയ്ക്ക് കുടിക്കണില്ല. വൈകിട്ട് കാണിച്ചാൽ ആൾക്കാർ കൂടൂ. വേണ്ടടാ, എനിക്ക് ഇത്ര ആൾക്കാരും മതി. എനിക്ക് ആരും വേണ്ട. ഡാൻസ് കളിക്കുമോ? മൂടില്ല. നല്ല സ്റ്റൂ ഉണ്ട്, പോരണോ? ഞാനില്ല. മൂക്കിനെന്തു പറ്റി? മൂക്കിനൊരുത്ത തൂറിയിട്ടു. മൂക്കിൽ ആരോ തൂറി. അവൻ്റെ തീട്ട മൂക്കിൽ ഇരിക്കുന്ന കണ്ട, റെഡ് കളർ. നാട്ടിലെവിടാ? ഞാൻ പെരുമ്പാവൂര്. എനിക്ക് വല്ലാതെ ഇഷ്ടമായി. എന്നെയോ? എന്നെ അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും മോനെ. ഫോർക്കില്ലേ? ഈ പോർക്കിറച്ചിയും കൂട്ടൂല. സൺഡേക്ക് കറി ഉണ്ടാക്കാൻ മതി. സദ്യക്ക് കറി ഉണ്ടാക്കാൻ മടി. ബിരിയാണി ആകുമ്പോൾ ഈസി അല്ലേ? അടിപൊളി. അതിന് മടി കാണിക്കണേ. ഇനി പൊന്നു റെഡ് റോസ് ചേച്ചി ഇന്ന് രാവിലെ 11 മണിക്ക് എഴുന്നേച്ചിട്ട് ചേച്ചി മീൻകറി വെച്ചു. മാങ്ങക്കറി ഭയങ്കര ടഫാ. ചിക്കൻ കറി വെച്ചു, ചോറ് വെച്ചു, വഴുതനങ്ങ ഉപ്പേരി വെച്ചു. എല്ലാം ഇരിക്കുന്നത് അങ്ങനെ തന്നെ. ആരും ഇല്ല, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ലോകസുന്ദരിയാണെന്നാണ് വിചാരം. പിന്നെ ഞാൻ ലോകസുന്ദരിയല്ലേ? ഈ ടിക്ടോക്കിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള ലേഡി ആരാ? ബിജി ചേച്ചി. ബിജി, നിന്റെ മക്കൾ ഇതൊക്കെ കാണുന്നില്ലേ? നിന്റെ ഈ ബ്യൂട്ടിയൊക്കെ കുറച്ചു നാളല്ലേ ഉള്ളൂ.